അപ്പം സ്നാനം കൊടുക്കുന്നവനും വെള്ളത്തിലാണ്, സ്നാനം ഏൽക്കുന്നവനും വെള്ളത്തിലാണ്. ഇപ്പം ഇന്ന് പല സഭക്കാരും നടത്തുന്നത് പോലെ ഒരല്പം വെള്ളം ഒരാളുടെ തലയിൽ ഒഴിക്കേണ്ട കാര്യമുള്ളൂ എങ്കിൽ ഈ കുപ്പായം നനയ്ക്കേണ്ട വല്ല കാര്യമുണ്ടോ? കരയ്ക്ക് നിന്ന് ഒരു ലേശം വെള്ളം കോരിയങ്ങ് ഒഴിച്ചാൽ പോരായോ? മതിയല്ലോ. പക്ഷെ ഇവിടെ രണ്ടുപേരും എന്ത് ചെയ്തിരിക്കുന്നു? വെള്ളത്തിലിറങ്ങിയിരിക്കുന്നു. അതിനർത്ഥം ജലസ്നാനം വെള്ളത്തിൽ മുങ്ങിക്കൊണ്ടാണ്. വെള്ളത്തിന് പുറത്ത് നിന്നിട്ട് ആ പണി നടക്കില്ല. ഇനി ഒരല്പം വെള്ളം തലയിൽ ഒഴിക്കേണ്ട ആവശ്യമുള്ളൂ എങ്കിൽ ജെറൂസലേമിൽ നിന്ന് എത്യോപ്യ വരെ യാത്ര ചെയ്യുന്ന കന്ദേക്കാരാജ്ഞിയുടെ ഫിനാൻസ് മിനിസ്റ്ററായിരിക്കുന്ന ഈ മനുഷ്യൻ തൻ്റെ രഥത്തിൽ വെള്ളം കരുതാതെ യാത്ര ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ ഒത്തിരി കാലം മരുഭൂമിയിൽ ജീവിച്ചിട്ടുള്ള ഒരാളാണ്. ഞങ്ങൾ മറ്റെന്തു മറന്നാലും വണ്ടിയിൽ വെള്ളം എടുത്തു വയ്ക്കാൻ മറക്കില്ല. നിശ്ചയമായിട്ടും ഈ തേരിനകത്തും കുടിക്കാനും അത്യാവശ്യ ആവശ്യങ്ങൾക്കുള്ള വെള്ളമുണ്ട്. ഇപ്പോൾ കത്തോലിക്ക സഭ കൊടുക്കുന്നത് പോലെ, യാക്കോബായ സഭ കൊടുക്കുന്നത് പോലെ ഒരല്പം വെള്ളം ഒരു കൊച്ചിൻ്റെ മേൽ കൊടയേണ്ട കാര്യമുള്ളൂ എങ്കിൽ ഇതാ ഇച്ചിരി വെള്ളം എടുത്ത് ആ തേരിൽ നിന്ന് ഇറങ്ങുക പോലും ചെയ്യാതെ ഷണ്ണന് ഈ വെള്ളം കൊണ്ട് സ്നാനപ്പെടാമായിരുന്നു. അതിനൊത്തിരി വെള്ളമൊന്നും വേണ്ടല്ലോ. ഷണ്ണൻ കൊടുക്കുന്ന ഈ 1/4 ഗ്ലാസ് വെള്ളമെടുത്ത് കൈക്കുമ്പിളിൽ എടുത്തിട്ട് പീലിപ്പോസ് പറയുന്നു, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ നിന്നെ അങ്ങനെ ഒരു വകുപ്പ് ഇവിടെ കാണുന്നില്ല. ഇനി അവർ രണ്ടുപേരും വെള്ളത്തിൽ ഇറങ്ങി എന്നുള്ളതിന് പരിശുദ്ധാത്മാവ് ഒന്നുകൂടെ ഉറപ്പിക്കുന്ന ഒരു ഭാഗം കാണാം. 38-ാമത്തെ വാക്യം, 39-ാമത്തെ വാക്യം. അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ ഇപ്പൊ പരിശുദ്ധാത്മാവ് അത് ഉറപ്പിക്കുകയാണ്. അവർ വെള്ളത്തിൽ ഇറങ്ങി എന്നുള്ളത് ഉറപ്പിക്കുകയാണ്. കാരണം വെള്ളത്തിൽ ഇറങ്ങാതെ വെള്ളത്തിൽ നിന്ന് കയറാൻ പറ്റില്ല. അപ്പൊ സ്നാനമേൽക്കേണ്ടത് വെള്ളത്തിൽ മുങ്ങിയാണ്. ഇനി സ്നാപക യോഹന്നാനും യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരും സ്നാനം കൊടുത്തിരുന്ന സ്ഥലത്തെക്കുറിച്ച് സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യം, അവിടെ ജോർദാനിൽ വളരെ വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ ജോർദാൻ നദിയിൽ തന്നെ ധാരാളം വെള്ളമുള്ള ഇടവുമുണ്ട്, അത്രത്തോളം വെള്ളം ഇല്ലാത്ത ഇടവുമുണ്ട്. ജനം തങ്ങളുടെ ആവശ്യത്തിനു വേണ്ടി ജോർദാൻ നദിയിൽ കുഴിച്ചു വെച്ച അത്തരം കുഴികളിൽ ഒന്നിലാണ് സ്നാപക യോഹന്നാൻ സ്നാനം കൊടുത്തിരുന്നത് എന്ന് ബൈബിളിലുണ്ട്. അപ്പം കയ്യിൽ ഒരു സ്വല്പം എടുത്ത് തളിക്കുക അല്ലെങ്കിൽ ഒഴിക്കുക എന്നത് മാത്രമേ ആവശ്യമായിരുന്നുള്ളൂ എങ്കിൽ നിശ്ചയമായും കരയ്ക്ക് നിന്നുകൊണ്ട് തന്നെ കൈക്കുമ്പിളിൽ ഒരു ലേശം വെള്ളം കോരിയെടുത്തിട്ട് സ്നാനപ്പെടുത്താമായിരുന്നു. പക്ഷേ അങ്ങനെ ചെയ്തതായി രേഖയില്ല. ദൈവത്തിന് സ്തോത്രം. ഇനി ഈ സ്നാനം പരിശുദ്ധാത്മ സ്നാനത്തെക്കാൾ ഇമ്പോർട്ടൻ്റ് ആണോ? കാരണം ജലം കൊണ്ടുള്ള സ്നാനമുണ്ട്, പരിശുദ്ധാത്മ സ്നാനമുണ്ട്, തീയാലുള്ള സ്നാനമുണ്ട്. ഇതിനെ നമ്മളൊന്ന് തുലനം ചെയ്യുകയാണെങ്കിൽ എന്താണ് ജലസ്നാനത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കാൻ നമുക്ക് പരിശ്രമിക്കാം. അപ്പസ്തോല പ്രവൃത്തിയുടെ പുസ്തകം 10-ാം അധ്യായം എടുക്കുക. അപ്പസ്തോല പ്രവൃത്തിയുടെ പുസ്തകം 10-ാം അധ്യായം എടുത്താൽ അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ഒരാളെക്കുറിച്ച് വളരെ വ്യക്തമായി എഴുതി വച്ചിട്ടുണ്ട്. കേസറിയായിൽ കൊർണേലിയൂസ് എന്നൊരുവനുണ്ടായിരുന്നു. അവൻ ഇത്താലിക്ക എന്ന് വിളിക്കപ്പെടുന്ന സൈനിക വിഭാഗത്തിൻ്റെ ഒരു ശതാധിപനായിരുന്നു. എന്ന് വെച്ചാൽ 100 പട്ടാളക്കാരുടെ മേൽ അധിപനായിരിക്കുന്ന ഒരു വ്യക്തി, അതാണ് ശതാധിപൻ. ഈ ശതാധിപൻ നിശ്ചയമായും ഒരു റോമക്കാരനായിരുന്നിരിക്കണം. കാരണം ഒരു റോമൻ സൈന്യത്തിൽ അധിപതിയായിരിക്കുക, 100 പേർക്ക് മേലധികാരിയായിരിക്കുന്ന ഒരു തസ്തികയിലേക്ക് മറ്റൊരുത്തൻ ഒരു കാരണവശാലും എടുക്കപ്പെടുകയില്ല. തന്നെയല്ല, ഈ സൈന്യ വിഭാഗത്തിൻ്റെ പേര് ഇത്താലിക്കെ എന്ന് വിളിക്കപ്പെടുന്ന എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിലും ഒരുപാട്
പട്ടാള വിഭാഗങ്ങളുണ്ട്. അത് ഓരോരോ പ്രദേശത്തിൻ്റെ അഭിമാനമാണ്. മദ്രാസ് റെജിമെൻ്റ് എന്ന് പറഞ്ഞാൽ ആ റെജിമെൻറ്റിലുള്ളത് നിശ്ചയമായും ഒരു സൗത്ത് ഇന്ത്യക്കാരനായിരിക്കും. മറ്റ് റെജിമെൻറ്റുകളോട് തുലനം ചെയ്യുമ്പോൾ അവരെക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ഈ മദ്രാസ് റെജിമെൻറ്റിലുള്ളവർ പരിശ്രമിക്കും. ഇനി ഗൂർഖ റെജിമെൻ്റ് എന്ന് പറയുന്ന ഒരു റെജിമെൻ്റ് ഉണ്ട്. ആ റെജിമെൻറ്റിലുള്ളവർ നിശ്ചയമായും ഗൂർഖകളായിരിക്കും. പക്ഷേ മദ്രാസ് റെജിമെൻറ്റിനേക്കാൾ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാനായിരിക്കും ഗൂർഖ റെജിമെൻ്റ് മത്സരിക്കുക. കാരണം ഓരോ പട്ടാള വിഭാഗത്തിനും അതിൻ്റെ പേരുമുണ്ട്, അവരുടെ സ്വന്തം കൊടിയുണ്ട്, അവരുടെ സ്വന്തം യൂണിഫോമുണ്ട്, അവർക്കതിന് പ്രത്യേക പ്രാഗൽഭ്യമുണ്ട്. അപ്പോൾ ഈ മനുഷ്യൻ ഇത്താലിക്ക് എന്ന് വിളിക്കപ്പെടുന്ന ഒരു സൈന്യ വിഭാഗത്തിൻ്റെ ശതാധിപനാണ്. പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും അവന് ചില ക്വാളിറ്റികൾ പറഞ്ഞിരിക്കുക. അവനും കുടുംബവും ദൈവഭയവും ഭക്തിയും ഉള്ളവരായിരുന്നു. സാധാരണ റോമക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് അവർക്ക് ചേരുന്നൊരു പരിപാടിയല്ല. റോമക്കാർ എന്ന് പറയുന്നത് ഇന്നും ജീവിച്ചിരിക്കുന്ന കൂട്ടമാണ്. ഈ കൂട്ടം വലിയ ദൈവഭയമുള്ളവരൊന്നുമല്ല. ഇവരാരും അമിതമായ ഭക്തിയുള്ളവരൊന്നുമല്ല. ജീവിതം എങ്ങനെയൊക്കെ ആസ്വദിക്കാം എന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നവരാണ്. ഇനി അതിൻ്റെ താഴെ പറയുന്ന കാര്യം, അവൻ ജനങ്ങൾക്ക് ഉദാരമായി ദാനധർമ്മം ചെയ്യുകയും ദൈവത്തോട് നിരന്തരം പ്രാർത്ഥിക്കുകയും ചെയ്തു പോന്നു എന്ന. എനിക്ക് ഗൾഫിലായിരിക്കുമ്പോൾ ഒരു ബോസ് ഉണ്ടായിരുന്നു. ജിയോവാനി കണ്ടലുപ്പോ എന്നാണ് പുള്ളിയുടെ പേര്. ഒരാളെ വെച്ചുകൊണ്ട് നമുക്കൊരു രാഷ്ട്രത്തെ വിലയിരുത്താൻ പറ്റില്ല. അദ്ദേഹം എൻ്റെ മേലധികാരിയും ഞാൻ അദ്ദേഹത്തിൻ്റെ കീഴ് ജീവനക്കാരനുമായിരുന്നു. ദാഹിച്ച് തൊണ്ട പൊട്ടുമ്പോൾ ഞാൻ ഇദ്ദേഹത്തോട് പറയും, വണ്ടി ഒന്ന് നിർത്തണമെങ്കിൽ നമുക്കൊരു കൊള കുടിക്കാം. വണ്ടി നിർത്തും. എന്നിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് പുള്ളിനോട് ചോദിക്കും, ഹു ഈസ് ഗോയിങ് ടു പേ? കാശാരാ കൊടുക്കാൻ പോണേന്ന്. അപ്പം എൻ്റെ ബോസാണെങ്കിൽ ആരാ കാശ് കൊടുക്കേണ്ടത്? ആരാ കാശ് കൊടുക്കേണ്ടത്? നമ്മൾ മലയാളികൾ അങ്ങനെ വയ്ക്കുക. നമ്മൾ മലയാളികൾ കയ്യിൽ നിന്ന് കാശ് ആദ്യം എടുത്ത് കൊടുക്കാനാണ് മത്സരിക്കുക. ഞാൻ ആദ്യം. എന്നാൽ ഇവിടുന്ന് അങ്ങോട്ട് വിട്ട് കഴിഞ്ഞ് എങ്ങനെയല്ല സ്ഥിതി. മനസ്സിലായോ? എൻ്റെ ബോസ് എന്നോട് ചോദിക്കുക, ഹു ഈസ് ഗോയിങ് ടു പേ? ഞാൻ കൊടുത്തേക്കാം, അവിടെ നീ ഒന്ന് വണ്ടി നിർത്ത്. മനസ്സിലായോ? അവൻ ഇറ്റലിക്കാരനാ, അവൻ്റെ ശരീരത്തിൽ ഓടുന്ന ബ്ലഡ് അതാ. പക്ഷെ ഇവനും ഇറ്റലിക്കാരൻ തന്നെയാണ്. പക്ഷെ ഇവനെക്കുറിച്ച് എഴുതിയിരിക്കുന്ന വ്യത്യാസമുണ്ട്. എന്താ എഴുതിയിരിക്കുന്നത്? ഇവൻ ആളുകൾക്ക് ഉദാരമായി ദാനധർമ്മം ചെയ്യുന്നവനാ. അപ്പം ഈ കൊർണേലിയൂസിൻ്റെ ക്വാളിറ്റി പരിശോധിച്ച് നോക്കിയാൽ പല കാര്യങ്ങളിലും നമ്മൾ ഇവൻ്റെ ഏഴയലത്തെത്തില്ലെന്ന് കാണാം. അവൻ ദൈവഭക്തനായിരുന്നു എന്നല്ല എഴുതി വെച്ചിരിക്കുന്ന, അവനും കുടുംബവും ദൈവഭയവും ദൈവഭക്തിയുള്ളവരായിരുന്നു. തീർന്നില്ല, അവൻ ഉദാരമായി സഹായങ്ങൾ ചെയ്യുന്നവനായിരുന്നു. ദൈവത്തോട് നിരന്തരം പ്രാർത്ഥിച്ചു പോന്നു. ഒരു ദിവസം ഏതാണ്ട് 9-ാം മണിക്കൂറിൽ, എന്താണ് ഈ 9-ാം മണിക്കൂർ? 9-ാം മണിക്കൂർ എന്ന് ബൈബിൾ പറയുമ്പോൾ ഉച്ചയ്ക്ക് ശേഷം 3 മണി എന്നർത്ഥം. കാലത്ത് 6 മണി തൊട്ടാണ് അവരുടെ പകൽ ആരംഭിക്കുന്നത്. അറബികൾ സമയം പറയുന്നു, അങ്ങനെ തന്നെ പറയാം. ഇപ്പോൾ ഒരു അറബിയോട് സമയം എത്രയെന്ന് ചോദിച്ചാൽ അവൻ പറയും 6 മണിയായിന്ന് പറയും. നമുക്കിവിടെ 12 മണിയാണ്. യഹൂദന്മാരും അറബികളും ഒരേപോലെയാണ് ഈ സമയം നോക്കുന്ന കാര്യത്തിൽ. അപ്പം ഈ മനുഷ്യൻ 9-ാം മണിക്കൂറിൽ എന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് ശേഷം 3 മണി സമയത്ത് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതൊരു റോമക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം അവരുടെ നാട്ടിൽ ഇന്നും ഫിയസ്റ്റ സിയസ്റ്റ എന്ന് പറയുന്ന ഒരു സമയമുണ്ട്. അതായത് ഉച്ചയ്ക്ക് 1 മണി മുതൽ 4 മണി വരെയുള്ള ആ സമയത്ത് ഒരു മനുഷ്യനും ഒരു ഗസ്റ്റിനെയും എൻ്റർടൈൻ ചെയ്യില്ല. സാമാന്യ ബുദ്ധിയുള്ള ആരും മറ്റൊരാളുടെ വീട്ടിൽ ആ സമയത്ത് പോവുകയില്ല. ആ സമയം അവരവരുടെ വ്യക്തിപരമായ എൻജോയ്മെൻറ്റിൽ മുഴുകിയിരിക്കുന്ന സമയമാണ്. ആ സമയത്താണ് ഈ മാന്യൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത്. അപ്പം ഇവൻ്റെ ദൈവത്തോടുള്ള ഭക്തി എന്ന് പറയുന്നത്, ദൈവത്തോടുള്ള ഭയം എന്ന് പറയുന്നത്, ഇവൻ്റെ പ്രാർത്ഥനാ ചൈതന്യം എന്ന് പറയുന്നത് സിംപ്ലി എക്സെപ്ഷണലി സ്പെഷ്യൽ.